വാർത്തകൾ തുടർന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. വോട്ടെടുപ്പ് ദിനത്തിൽ പ്രീ പോൾ സർവേ ഫലം ഫേസ്ബുക്കിൽ പങ്കുവച്ച എൻഡിഎ സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിലെ സ്ഥാനാർത്ഥിയായാണ് മുൻ DGP ശ്രീലേഖ മത്സരിക്കുന്നത്. ജനഹിതം ഇങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൻഡിഎക്ക് മുൻതൂക്കം എന്ന സർവേ ഫലം ശ്രീലേഖ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. പ്രീ പോൾ സർവേ പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന സുപ്രീം കോടതിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും മാർഗനിർദ്ദേശം നിലനിൽക്കെയാണ് സ്വകാര്യ മാധ്യമമായ സി വോട്ടിന്റെ സർവേ ഫലം ശ്രീലേഖ പങ്കുവച്ചത്. നേരത്തെ പേരിനൊപ്പം IPS എന്ന് ചേർത്തതും വിവാദമായിരുന്നു. വോട്ടിംഗ് ദിനത്തിൽ പ്രീ പോൾ സർവേ ഫലം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് എൻഡിഎ സ്ഥാനാർത്ഥിയായ ആർ ശ്രീലേഖ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൻഡിഎക്ക് മുൻതൂക്കം എന്ന സർവേ ഫലമാണ് പങ്കുവച്ചിരിക്കുന്നത്. കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിൽ സ്ഥാനാർത്ഥിയാണ് ആർ ശ്രീലേഖ. ഇന്ന് രാവിലെയാണ് ഫേസ്ബുക്കിലൂടെ ശ്രീലേഖ സർവേ ഫലം പങ്കുവച്ചത്. പ്രീ പോൾ സർവേ ഫലം പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശം. BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭൂരിപക്ഷം LDF പിന്നോട്ട് പോകുമെന്ന സ്വകാര്യ ഫലമാണ് ശ്രീലേഖ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായുള്ള പോസ്റ്ററുകളിൽ പേരിനൊപ്പം IPS ഉപയോഗിച്ചതടക്കമുള്ള വിവാദങ്ങൾ നേരത്തെ തന്നെ ശ്രീലേഖയ്ക്കെതിരെ ഉയർന്നു വന്നിരുന്നു. നിലവിൽ ചട്ടവിരുദ്ധ നടപടിയുമായി ബന്ധപ്പെട്ട് LDF തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. അതുപോലെ തന്നെ കോൺഗ്രസും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചേക്കുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. വോട്ടെടുപ്പ് ദിനത്തിലാണ് ഇത്തരത്തിൽ പ്രീ പോൾ സർവേ ഫലം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥിയായ ആർ ശ്രീലേഖ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിലെ സ്ഥാനാർത്ഥിയായാണ് മുൻ DGP ശ്രീലേഖ മത്സരിക്കുന്നത്. ജനഹിതം ഇങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDAക്ക് മുൻതൂക്കം എന്ന സർവേ ഫലം ശ്രീലേഖ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. പ്രീ പോൾ സർവേ പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന സുപ്രീം കോടതിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും മാർഗനിർദ്ദേശം നിലനിൽക്കെയാണ് സ്വകാര്യ മാധ്യമമായ സി വോട്ടിന്റെ സർവേ ഫലം ശ്രീലേഖ പങ്കുവച്ചിരിക്കുന്നത്. നേരത്തെ പേരിനൊപ്പം IPS എന്ന് ചേർത്തതും ഏറെ വിവാദമായിരുന്നു. ഇപ്പോൾ ഈയൊരു ചട്ടവിരുദ്ധ നടപടിയുമായി ബന്ധപ്പെട്ട LDF തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. അതുപോലെ തന്നെ കോൺഗ്രസും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം.